വിവിധ വർണ്ണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ. വൈദേശികരായ വിനോദസഞ്ചാരികളെ നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതും ഈ വർണ്ണ വൈവിധ്യങ്ങൾ തന്നെയാണ്. വേഷവിധാനങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആചാരങ്ങളിൽ, കൊടികളിൽ, വിശ്വാസങ്ങളിൽ ഒക്കെ വിവിധ നിറങ്ങൾ പ്രതിഫലിച്ച് കാണാം. എന്നാൽ സ്വന്തം പേരുകൾ നിറങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയ 6 നഗരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജസ്ഥാന്റെ തലസ്ഥാന നഗരമാണ് ജയ്പൂർ. 1876-ൽ വെയിൽസ് രാജകുമാരനും ഭാര്യ വിക്ടോറിയ രാജ്ഞിയും ഇവിടം സന്ദർശിച്ചപ്പോൾ അവരെ സ്വീകരിക്കാനായി ജയ്പൂരിലെ കെട്ടിടങ്ങൾക്ക് മുഴുവൻ പിങ്ക് ചായം പൂശിയിരുന്നു. അതിനുശേഷം ഏറെക്കാലം പിങ്ക് നിറമായിരുന്ന ജയ്പൂർ നഗരത്തെ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യത്തെ 2ാമത്തെ വർണ്ണനഗരവും രാജസ്ഥാനിൽ തന്നെ. രാജസ്ഥാനിലെ ജോധ്പൂർ നഗരത്തിന്റെ അടയാളം തന്നെ നീല നിറമാണ്. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മതിലുകൾക്കുമെല്ലാം നീല നിറം പൂശിയിരിക്കുന്ന ജോധ്പൂരിനെ ബ്ലൂ സിറ്റി എന്ന് വിളിക്കപ്പെടുന്നു. വെണ്ണക്കല്ലുകളുടെയും തടാകങ്ങളുടെയും നാടായ ഉദയ്പൂർ നഗരത്തെ വൈറ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 2ാം കാശ്മീർ എന്ന് മറ്റൊരു വിളിപ്പേരുള്ള ഉദയ്പൂർ നഗരവും രാജസ്ഥാനിൽ തന്നെയാണ്. ഒഡീഷയിലെ കട്ടക്ക് എന്ന നഗരം സിൽവർ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. സിൽവർ ഒരു നിറമാണെങ്കിലും ആ നിറമല്ല ഈ പേരിന് കാരണമായത്. വെള്ളി ആഭരണങ്ങൾ പണിയുന്നതിൽ ഭൂരിഭാഗം കട്ടക്ക് നിവാസികളും പ്രഗത്ഭരായതിനാലാണ് കട്ടക്കിനെ സിൽവർ സിറ്റി എന്ന് വിളിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരം ഓറഞ്ച് സിറ്റി എന്ന് വിളിക്കപ്പെടുന്നു. പക്ഷേ ആ പേരിന് കാരണമായത് ഓറഞ്ച് നിറമല്ല, നാഗ്പൂരിൽ സമൃദ്ധമായി കൃഷി ചെയ്യപ്പെടുന്ന ഓറഞ്ച് പഴങ്ങളാണ്. പ്രകൃതി മനോഹാരിതയിലും പ്രശസ്തമാണ് നാഗ്പൂർ നഗരം. ദൂരക്കാഴ്ചയിൽ സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്ന നഗരമാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ. മരുഭൂമിയിലെ മൺകൂനകളാണ് ഗോൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്സാൽമീർ നഗരത്തിന് സ്വർണ്ണ നിറം പകർന്നു നൽകുന്നത്. ഇത്തരത്തിൽ നിറങ്ങളുടെ പേരുകളിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും നഗരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വ്യത്യസ്തമായ ഒരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ ബൈ.